വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. തുടർന്ന് അവിടെ വെച്ച് തന്നെ സുസ്മിതയുടെ വരനെ സത്യഭാമ പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്, ആരുടെ പേരാണ് പറയുന്നത് എന്നാലോചിച്ച്. പക്ഷേ വിഷ്ണുവിനും പ്രീതിക്കും ശാലിനിക്കും ഒന്നും ഒരു കുലുക്കവുമില്ല. രോഹിത്തും അതുപോലെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ വരൻ എന്ന് പറഞ്ഞ് രോഹിത്തിനെ പരിചയപ്പെടുത്തുകയാണ് സത്യഭാമ. അന്നേരം ആകെ അങ്ങ് ഷോക്കായിട്ടിരിക്കുകയാണ് സുസ്മിത. സരളയും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് പക്ഷേ സുസ്മിതയ്ക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് മനസ്സിലാകുകയാണ്. അന്നേരം നിശ്ചയത്തിന് സുസ്മിത അവിടെ സമ്മതിക്കുകയാണ്. തുടർന്ന് സ്റ്റേജിലേക്ക് കയറുകയാണ്. സത്യഭാമയും വിഷ്ണുവും ശാലിനിയും പിന്നെ രോഹിത്തും അമ്മയും സുസ്മിതയും സരളയും പിന്നെ സുസ്മിതയുടെ 2 കൂട്ടുകാരികളുമൊക്കെ. തുടർന്ന് സത്യഭാമ മോതിരം എടുത്തിട്ട് രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, സുസ്മിതയുടെ വിരലിലേക്ക് മോതിരം അണിയിക്കാനായിട്ട്. തുടർന്ന് വിഷ്ണു രോഹിത്തിൻ്റെ അടുത്തേക്ക് അമ്മ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ അടുത്തേക്ക് നിർത്തുകയാണ്. തുടർന്ന് സുസ്മിതയുടെ കയ്യിലേക്ക് രോഹിത് ഇങ്ങനെ മോതിരം ഇടാനായിട്ട് പോകുമ്പോൾ രോഹിത്തിന് ആകെ സന്തോഷമാണ്. വിഷ്ണുവിനും ശാലിനിക്കും ഒക്കെ അങ്ങ് സന്തോഷമാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ കൈ നീട്ടാതെ നിൽക്കുമ്പോൾ കൈ നീട്ടിക്കൊടുക്കും മോളെ എന്ന് സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് സുസ്മിത വിരൽ നീട്ടുകയാണ്. തുടർന്ന് രോഹിത് ചിരിച്ചുകൊണ്ട് തന്നെ സുസ്മിതയുടെ വിരലിലേക്ക് മോതിരം അണിയിക്കുന്നുണ്ട്. അതേസമയം സരളയും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. മോതിരം സുസ്മിതയുടെ വിരലിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം അങ്ങ് ആശ്വാസമാവുകയാണ് വിഷ്ണുവിനും ശാലിനിക്കും. അപ്പോൾ ഇനി എന്തായാലും സുസ്മിതയുടെ വിവാഹ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഉടനെ എന്തായാലും വിവാഹം നടക്കും. അതിനെ ഒഴിവാക്കാൻ വേണ്ടി സുസ്മിത കാട്ടിക്കൂട്ടുന്ന ഓരോന്നാണ് അടുത്ത ഓരോ എപ്പിസോഡുകൾ. പക്ഷേ വിവാഹം നടക്കുക തന്നെ ചെയ്യും. ഇത്രയുമാണ് പുതിയ ലേറ്റസ്റ്റ് പ്രൊമോ. ഓക്കെ, താങ്ക് യു.